സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങി പ്രതിഭ. കായംകുളത്തെ UDF കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഷാദാണ് പ്രതിഭയ്ക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി പ്രതിഭയ്ക്കെതിരെ ലീഗ് നേതാവ് എന്നാണ് പറയുന്നത്. എവിടെ വെച്ചായിരുന്നു ലീഗ് നേതാവ് ഈ പരാമർശം നടത്തിയത്? ഇനിയിപ്പോൾ മായ UDF കൺവെൻഷനിലാണ് ഇത്തരത്തിലേക്കൊരു സ്ത്രീവിരുദ്ധ പരാമർശവുമായി UDF നേതാവ് രംഗത്തെത്തുന്നത്. ഇർഷാദാണ് വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിലവിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രതിഭ. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. അതായത് വാക്ചാരുതയും അതുപോലെ ഒപ്പം തന്നെ ശരീരവും വിറ്റുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടുന്നു എന്നുള്ള ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച താൻ മനസ്സുകൊടുത്ത് പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് കായംകുളം മണ്ഡലം. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കൊരു ഒരു ഘട്ടത്തിൽ പോലും എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ പാർട്ടിയിലെ പ്രവർത്തകരെയോ മാനസികമായോ അല്ലെങ്കിൽ ആ നിലയിലേക്ക് വ്യക്തിപരമായോ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു പരാമർശം നാളിതുവരെ താൻ നടത്തിയിട്ടില്ല. പക്ഷെ ഇയാൾ നടത്തിയിട്ടുള്ളത്, അത് ഇർഷാദ് നടത്തിയിട്ടുള്ളത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ, വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പരാമർശം ഇയാൾ നടത്തിയിട്ടുള്ളത് എന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള ഒരു പ്രതികരണമാണ് പ്രതിഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നേതാക്കൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലേക്ക് ഏറ്റവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശം നടത്തുക എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിക്കും, ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകും എന്നതാണ് പ്രതിഭ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിയമ നടപടിയുമായിട്ട് പ്രതിഭ മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് സ്ത്രീകളെ ആകെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശം UDFന്റെ കൺവീനർ കൂടിയായിട്ടുള്ള നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മായ, അജയ്, ലീഗ് നേതാവ് നടത്തിയ ഈ പരാമർശം, ഇതിനോട് ഇപ്പോൾ പരാതിക്ക് പോകുന്നു പ്രതിഭ. ലീഗ് നേതൃത്വം എങ്ങനെയാണ് ഇത് കാണുന്നത്? നിലവിൽ ആ നിലയിലേക്കുള്ള ഒരു പ്രതികരണം ലീഗ് നേതൃത്വത്തിന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇയാൾ ഇർഷാദ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് താൻ ആ നിലയിലുള്ള ഒരു പ്രതികരണമല്ല നടത്തിയത്, അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലൊക്കെ പ്രതികരണമല്ല നടത്തിയത്. അതിൽ ഈ പ്രതിഭയ്ക്ക് ഏതൊരു തരത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു നിലപാട് ഇർഷാദിന്റെ ഭാഗത്ത് നിലവിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുയോഗത്തിലാണ് സംസാരിക്കുന്നത്. നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് പൊതുവേദിയിൽ മൈക്കിന് മുന്നിൽ നിന്ന് ഇയാൾ ഈ നിലയിൽ പ്രസംഗിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകുകയും ചെയ്യുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പൊതുവേദിയിൽ സംസാരിച്ച് അതിനുശേഷം ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് കേവലമായി ഈ വിഷയത്തിൽ നിന്ന് തലതെപ്പുക എന്നൊരു ലക്ഷ്യമാണ് ഉള്ളത്. പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ട പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിഭ തീരുമാനിച്ചിട്ടുള്ളത്. ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ആ നിലയിലേക്കുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രതികരണമോ നിലവിൽ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് വേറൊരു വസ്തുത. ശരി, അജയ്നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.